ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഗ്രീൻ കളറിലെ പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ഫേസ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനായിട്ട് ബ്ലാക്ക് കളറും റോസ് കളറിലെ എംബ്രോയ്ഡറി നൂലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കി വരക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രിൻ്റ് വെച്ചിട്ട് ഇത് ട്രേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി നൂല് നമ്മൾ സൂചിയിൽ കോർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക് സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത് ഈ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടിയിൽ നിന്ന് സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. 6 സ്റ്റാൻസിലാണ് ഞാൻ നൂലെടുത്തിരിക്കുന്നത്. അടിയിൽ നിന്ന് വലിച്ചെടുത്ത ശേഷം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത് ഇങ്ങനെ സൂചി താഴേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ ഇത്രയും സ്പേസിൽ സൂചി ഇത് ഇങ്ങനെ എടുക്കാം, വലിച്ചെടുക്കുകയാണ്. വീണ്ടും ഇതുപോലെ ഇത്രയും സ്പേസ് വിട്ടിട്ട് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഇത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. മൊത്തം നമ്മൾ ഇത് ഹെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഹെയറിൻ്റെ മൊത്തമായിട്ട് നമ്മൾ ഔട്ട്ലൈനായിട്ട് മൊത്തം കൊടുക്കുന്നത് ഈ സ്റ്റിച്ചാണ്, ബേസിക് സ്റ്റിച്ചാണ്. ഇതിപ്പോൾ വേഗം കഴിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അധികം ലോങ്ങി ചെയ്യാണ്ട് ചെറുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ മൊത്തം ഇതിൽ ബേസിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ബട്ടർ ഹോൾ എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അടിയിൽ നിന്ന് സൂചി നമ്മളിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഇങ്ങനെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ വലിച്ചിട്ട് ഈ സൂചീനെ ഈ നൂലിങ്ങനെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കുക, സൂചിയുടെ വലത്തോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് സൂചി ഇതേ ഇങ്ങനെ വലിക്കാം. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണേണ്. ഇതിൻ്റെ അടുത്തായിട്ട് വീണ്ടും കുത്താം. ഇത് ഇത്രയും ഒരു സ്പേസ് മതി കുത്തിയെടുക്കാനായിട്ട്. വലുതായിട്ട് കുത്തിയാൽ ആ ഹോളിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് വരില്ല. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഇതേ ഈ ഓരോ ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയതേ ഇങ്ങനെ എടുക്കണം. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതവിടെ ലൂസായിട്ട് വരും. സിമ്പിളാണ് ഈ വർക്കൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി നൂല് ഇല്ലെങ്കിൽ സാധാ നൂലെടുത്തിട്ട് അത് 6 സ്റ്റാൻസിൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഹെയറിൻ്റെ ഇതുപോലെ ബട്ടൺ ഹോൾ ഡിസൈൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ചെയ്തിരിക്കുന്ന ഡിസൈനിൽ മൊത്തം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹെയറിൻ്റെയും ഈ മൂക്കിൻ്റെയും പിരികം അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ബട്ടർ ഹോൾ ഡിസൈനിനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഹെയറിലും നോസിലും പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെയായിട്ട് ഞാൻ ഈ ബട്ടർ ഹോൾ എംബ്രോയ്ഡറി ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കണ്ണിൻ്റെ ഈ പീലുകളിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം.
നമ്മളിപ്പോൾ അടിയിൽ നിന്ന് സൂചി ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരച്ചിരിക്കുന്ന ഈ ലൈനുകളിൽ കൂടെയാണ് നമ്മളിനി ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഈ വരച്ചിരിക്കുന്നത് ഇവിടെ വരെ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുകയാണ്. അടുത്തതും ഇതുപോലെ ഈ വരച്ചിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വീണ്ടും കുത്തിയിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണേണ്. ആ വരച്ചിരിക്കുന്ന ആ ഡിസൈനിലൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ വർക്ക് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചുണ്ടിൻ്റെ ഈ ഔട്ട്ലൈനിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അടിയിൽ നിന്ന് ഈ കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് 6 സ്റ്റാൻസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഈ ഇത്രയും സ്പേസിൽ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുകയാണ്. ഇനി സൂചി കുത്തിയെടുക്കേണ്ടത് ഈ ബാക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഇത്രയും സ്പേസ് ഇട്ടിട്ട് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് താഴെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് സൂചി. വീണ്ടും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അധികം ലോങ് ആയിട്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചുണ്ടിൽ മൊത്തമായിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ലെങ്ത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് കുത്തിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഈ ഒരു ചുണ്ടുണ്ടല്ലോ ലിപ്സ് അതൊന്ന് പ്രൊജക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ചുണ്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന ഈ സെൻറ്ററിൽ നിന്ന് ഞാനിങ്ങനെ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് താഴേക്ക് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുത്തിയെടുക്കുകയാണ്. സൂചി കുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തിരുന്നല്ല അതിൻ്റെ ഉള്ളിലായിട്ട് വേണം ഈ ഒരു സാറ്റിൻ എംബ്രോയ്ഡറി ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.